ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി KPSTA കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ സംസ്ഥാന സർക്കാരുകൾ തുടർന്നു വരുന്ന തൊഴിലാളി വർഗ വിരുദ്ധ നയങ്ങൾക്കെതിരായും അവകാശ നിഷേധങ്ങൾക്കെതിരായും അധ്യാപക സമൂഹം നൽകുന്ന ശക്തമായ താക്കീതായിരിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് കാഞ്ഞങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നിഷേധം, DA നിഷേധം, പെൻഷൻ വഞ്ചന, ലീവ് സറണ്ടർ നിഷേധം, മെഡിസിപ്പ് വഞ്ചന തുടങ്ങി 7.5 വർഷക്കാലമായുള്ള പിണറായി ഭരണത്തിൽ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഗതികെട്ടു നിൽക്കുകയാണെന്നും ബാലകൃഷ്ണൻ പെരിയ ചൂണ്ടിക്കാട്ടി. KPSTയുടെ തത്വസംഹിതകളിൽ അടിയുറച്ച് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞ ഇതിന്റെ സ്റ്റേറ്റ് ജില്ലാ നേതാക്കന്മാരും നമ്മുടെ MP-യും ജില്ലയിലെ പാർട്ടി നേതൃത്വവുമായി നമുക്കൊരു മീറ്റിംഗ് നടത്താം. ആ മീറ്റിംഗിൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു വാക്ക് ഇത് മാത്രമാണ്: ഒരു 10,000 വോട്ട് ഞങ്ങളുടെ വകയിൽ കുറച്ചു നൽകാം എന്നൊരു ഓഫർ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് CPM-ന്റെ കള്ള വോട്ടുകൾ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ ഇത്തവണ പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്ന അധ്യാപകർ എന്നുള്ള രീതിയിൽ, ഓഫീസർ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കും എന്നൊരു പ്രതിജ്ഞ ഇന്നത്തെ ഈ യോഗത്തിൽ കൈക്കൊള്ളാൻ സാധിച്ചാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ കൺവെൻഷൻ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി നിങ്ങൾ ഈ സംഘടനയിലെ ഏറ്റവും എണ്ണപ്പെട്ട പ്രധാനപ്പെട്ട പോഷക സംഘടനയായി ഈ ജില്ലയിൽ അറിയപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് നിസ്തർക്കമായിട്ടുണ്ട്. ഹോസ്ദുർഗ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ്, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ P ശശിധരൻ, K അനിൽകുമാർ, K ശ്രീനിവാസൻ, പ്രശാന്ത് കാനത്തൂർ, അശോകൻ കോടോത്ത്, യൂസഫ് കുട്ടിയാടി, സ്വപ്ന ജോർജ് എന്നിവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ സെക്രട്ടറി PT ബെന്നി സ്വാഗതവും ട്രഷറർ ജോമി T ജോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.